ആദ്യം ശ്രീ ദാസ്, ഇവിടെ ഇപ്പോൾ ഇടത് മുന്നണിയിലെ ഒരു മന്ത്രിക്കെതിരെയാണ് CITU ഇന്ന് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വഴിയിൽ തടയും എന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ പ്രത്യക്ഷമായ ഒരു സമര പരിപാടിയിലേക്ക് നിങ്ങൾ എത്താനിടയായ സാഹചര്യം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ ഭേദഗതി ബില്ലുമായി വന്നതിന് ശേഷം കേരളത്തിലെ മോട്ടോർ മേഖലയാകെ തന്നെ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാനുള്ള കാര്യം ആയതിൽ CITU സംഘടനകളും മോട്ടോർ കോൺഫെഡറേഷൻ സംഘടനകളും സമരത്തിലാണ്. ആയതിൽ വന്ന് ഭവിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് വ്യക്തമാക്കി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം അക്രഡിറ്റേഷൻ ഡ്രൈവിംഗ് സെന്ററുമായി ബന്ധപ്പെട്ട് പുതിയ മോട്ടോർ ഭേദഗതി ബില്ലിലെ അക്രഡിറ്റേഷൻ ഡ്രൈവിംഗ് സെന്റർ ഏകദേശം നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ശ്രമമായി നടത്തുന്ന ഈ ഒരു സംവിധാനത്തെ നമ്മൾ വർഷങ്ങളായി സമരമുഖത്താണ് ഈ സംഘടന. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU വിഭാഗം ചെയ്യുന്ന സംഘടന. അതുമാത്രമല്ല, കേരളത്തിലെ 6600ഓളം ഡ്രൈവിംഗ് സ്കൂളുകൾ നിലവിലുണ്ട്. അതിൽ ഏകദേശം 50,000-ഓളം തൊഴിലാളികൾ, ഉടമകൾ അടങ്ങുന്നവർ ഈ മേഖലയിൽ പണിയെടുക്കുന്നു. ഒരു രാത്രി കൊണ്ട് ഇവരെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം അത് നമുക്ക് നോക്കിയിരിക്കാൻ കഴിയും. ഒന്നാമത്തത്, പുതുതായി ചാർജ് എടുത്ത ബഹുമാനപ്പെട്ട ശ്രീ KV ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്നതിന് ശേഷം ഈ മേഖലയിൽ വന്നുകൂടിയ പരിഷ്കാരം, അക്രഡിറ്റേഷൻ ഡ്രൈവിംഗ് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിഷ്കാരങ്ങൾ, മന്ത്രി ആവിഷ്കരിച്ച പുതിയ നൂതനമായ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ, ഇതൊന്നും CITU എതിരല്ല. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ 86 RT ഓഫീസുകൾ സബ് RT ഓഫീസുകൾ അടക്കം 86 എണ്ണം. അതിൽ 9 സ്ഥലത്ത് മാത്രമേ സർക്കാർ ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൗണ്ടുകൾ റെഡിയാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് വാടകയ്ക്ക് എടുത്ത് നൽകുന്നതാണ്. നമുക്കറിയാം, ഒരു PSC പരീക്ഷയോ ഏതെങ്കിലും ഒരു എക്സാമിന് ഫീസ് അടച്ചാൽ അത് നടത്തേണ്ട ഉത്തരവാദിത്തം ആ ഡിപ്പാർട്ട്മെന്റിൽ. ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ അങ്ങനെയല്ല. നമ്മൾ എടുത്തു കൊടുക്കുന്ന സ്ഥലത്താണ് ഇവർ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയും ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു രാത്രി കൊണ്ട് മാറ്റി പുതിയ പരിഷ്കാരങ്ങളുമായി വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും സർക്കാരിന്റെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ നമുക്ക് അനുവദിക്കുക, സർക്കാർ അധീനതയിൽ വന്നതിന് ശേഷം പ്രായോഗികമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷം നമ്മളും അതിനോടനുബന്ധിച്ച് മാറാൻ നമ്മളും തയ്യാറാണ്. ശ്രീ ദാസ് ബിജു, ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്കും വരുത്തുന്ന ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? ഇത് പെട്ടെന്ന് നിങ്ങളോടായി ആലോചിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് മാത്രമാണോ, അതോ ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രായോഗികമല്ല എന്നൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർഷൻ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? എന്താണ് നിങ്ങളെ പ്രധാനപ്പെട്ട ആശങ്ക? പ്രധാനപ്പെട്ട ആശങ്ക നമ്മൾ പറഞ്ഞത് ഏപ്രിൽ 1 മുതൽ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നിലവിലുള്ള സംവിധാനത്തെ മാറ്റി പുതിയ രീതിയിലുള്ള, ആദ്യം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ സംഘടനകളുമായ ചർച്ചയിൽ മാത്രമാണ് ഈ അടുത്ത മെയ് 1 മുതൽ ആക്കാമെന്നുള്ള സംവിധാനം ഒരുക്കിയത് അന്ന്. പക്ഷേ ദാസ്, ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവും പുറത്തു വന്നിട്ടില്ല. നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഇത്തരം നീക്കങ്ങൾ തടഞ്ഞതുമാണ്. അതിനുശേഷവും ഒരു സമരരംഗത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇളമരം കരീമുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി ഉറപ്പ് തന്നതാണ് ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റി നിർത്തുകയും മാറ്റിവെക്കുകയും നടപ്പിലാക്കാതെയും
ബാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം യൂണിയനുമായി വിശദമായ ചർച്ചകൾക്ക് ശേഷം വേണ്ട തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ള ഉറപ്പ് പാലിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ മാസം 20-ന് തീരുമാനിച്ചിരുന്ന സമരം മാറ്റിവെച്ചത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അടുത്ത 2 ദിവസത്തിനകം മന്ത്രി സ്ലോട്ടുകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. അത് നമ്മൾ പോയി നമ്മുടെ ജനറൽ സെക്രട്ടറി, യൂണിയന്റെ ജനറൽ സെക്രട്ടറി സഖാവ് CP അനിൽ, ഞാനും നമ്മുടെ ഭാരവാഹികളും പോയി ബഹുമാനപ്പെട്ട മന്ത്രിയെ നമ്മൾ നേരിട്ട് കണ്ടപ്പം അദ്ദേഹം പറയുന്നത് എന്താ, മെയ് 31-ന് വരുന്ന പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി സ്ലോട്ടുകൾ ഇപ്പോഴേ കുറയ്ക്കുകയാണ്. അതായത് ലേണേഴ്സിന്റെ സ്ലോട്ടുകൾ കുറയ്ക്കുകയാണ്. ഒരു 10 ദിവസം മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടന്ന കോലാഹലങ്ങൾ ഒരു രാത്രി കൊണ്ട് വരികയാണ്. നാളെ മുതൽ 20 പേരെ ടെസ്റ്റിന് കയറ്റി. അങ്ങനത്തെ ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ എന്താ ഈ രാജ്യത്ത് ഇങ്ങനെ? പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ ഒരു മന്ത്രിയുടെ ധാർഷ്ട്യം അത് CIT ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. ശരി, അപ്പോൾ അപ്രായോഗികതകളാണോ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ, മന്ത്രിയുടെ ധാർഷ്ട്യമാണോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? നമ്മളേറെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മന്ത്രിയാണ്, നല്ല മന്ത്രിയാണ്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ ഈ കേരളത്തിലെ 50,000-ഓളം തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗം മാറ്റിക്കൊണ്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനൊരു മാനദണ്ഡമില്ലേ എന്നാണ് നമ്മുടെ ചോദ്യം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.